നമസ്കാരം, ഞാൻ ഡോക്ടർ നീരാഞ്ജന, സിവ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ. ഇന്ന് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഡയബറ്റീസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ. ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നൊരവസ്ഥയാണ്. ഇതിന് ടൈപ്പ് 1, ടൈപ്പ് 2 ജസ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് 3 തരത്തിൽ പറയാം. പിന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട്. പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഡയബറ്റീസ് വരാൻ ടെൻഡൻസി ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേജ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കത്തിൽ വരുന്ന വ്യത്യാസം ഉണ്ടെങ്കിൽ, നമ്മൾ ഫുഡ് നിയന്ത്രിക്കാത്ത ആൾക്കാർ, അതുപോലെ തന്നെ വ്യായാമം ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഡയബറ്റീസ് വന്നേക്കാം. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വരുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് നമുക്ക് ശരീരം വണ്ണം വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് കുടവയർ വരിക, നമ്മുടെ കവിളിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തൊടകളിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെയാണ് നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് തോന്നുക, ക്ഷീണം തോന്നുക, ദാഹം തോന്നുക, ചില കേസിലൊക്കെ നമുക്ക് കാലിൻ്റെ അടിയിൽ എരിച്ചിൽ തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെ എടുക്കുന്ന സമയത്ത് അതൊരു 100 അല്ലെങ്കിൽ 100ൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സമയത്ത്, അതുപോലെ തന്നെ PPBS ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 1.5-2 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അതും ഒരു ബോർഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ HbA1c ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 5.4 to 6.4 അതും ഒരു ബോർഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആയേക്കാം. അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഈ ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്, അന്നജമൊക്കെ നിങ്ങൾ നല്ലോണം കുറയ്ക്കണം. അതുപോലെ തന്നെ റെഡ് മീറ്റ് ആണെന്നുണ്ടെങ്കിൽ, എണ്ണക്കടികളാണെന്നുണ്ടെങ്കിൽ, എണ്ണപ്പലഹാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കുറയ്ക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഷുഗർ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ പരമാവധി കുറയ്ക്കണം. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ കുട്ടികളിലാണ് കാണുന്നത്. പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയെ നന്നായിട്ട് കുറയും. അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്ത് പാൻക്രിയാസിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ആൾക്കാരിലും കാണുന്നതാണ്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ്. ഇതിൽ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കുള്ളൂ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റേഷണൽ, അതായത് പ്രഗ്നൻസി ടൈമിലൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും പ്രഗ്നൻസി ടൈമിൽ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കേസുകളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ നോർമൽ ലെവൽ ആവുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരമാവധി കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. എന്തുകൊണ്ടാണ് കുറയ്ക്കാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസുലിനെ കാർബോഹൈഡ്രേറ്റിനെ ഒരു എനർജി രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അരി പൊളിപ്പിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ. അരി പൊളിപ്പിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദഹിക്കാനും നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ കൂടാനും സാധ്യതയുണ്ട്. പിന്നെ റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങളത് മാക്സിമം കുറയ്ക്കുക. അതുപോലെ നോൺ വെജ് ഒക്കെ കഴിക്കേണ്ട സമയത്ത് നിങ്ങൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മാക്സിമം നിങ്ങൾ വറുത്തതും പൊരിച്ചതും കഴിക്കുന്നതൊക്കെ കുറയ്ക്കണം. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഷുഗർ പേഷ്യൻസിന് എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളത് ജ്യൂസ് ആക്കാതെ കട്ട് ചെയ്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, പേരയ്ക്കൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ എപ്പോഴെങ്കിലും കഴിക്കുകയാണെങ്കിൽ റോബസ്റ്റ് പഴം കഴിക്കാവുന്നതാണ്. പിന്നെ സ്ട്രോബെറി കഴിക്കാവുന്നതാണ്, ഞാവൽപ്പഴം കഴിക്കാവുന്നതാണ്, പാഷൻ ഫ്രൂട്ടൊക്കെ കഴിക്കാവുന്നതാണ്. നല്ല പഴുത്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ പരമാവധി കഴിക്കാതിരിക്കണം. അത് മാത്രമല്ല, നമ്മൾ കുറേ കാലം ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു മാങ്ങ സീസൺ ആയാലും അല്ലെങ്കിൽ ചക്ക സീസണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടിയേക്കാം. അതുകൊണ്ട് നല്ല പഴുത്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി കുറയ്ക്കണം. അതുപോലെ തന്നെയാണ് ഷുഗർ സിറപ്പാണെന്നുണ്ടെങ്കിലും ഷുഗർ പാനീയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ കുറയ്ക്കണം. അതുപോലെ നന്നായിട്ട് വ്യായാമം ചെയ്യണം. വ്യായാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിൽ 45 മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും വ്യായാമം ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഷുഗറിൻ്റെ അളവ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കിയാലാണ് നമുക്ക് ഷുഗർ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോതമ്പൊക്കെ കഴിക്കേണ്ട സമയത്ത് പൊടിച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് കുറച്ചിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഹോൾ ഗ്രെയിൻ വീറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ആ വെള്ളരിയുടെ ഉപയോഗം കുറച്ചിട്ട് കുത്തരിച്ചോറ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പക്ഷെ കഴിക്കേണ്ട സമയത്ത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ നല്ലോണം കുറയ്ക്കണം, അതായത് അന്നജം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് നല്ലോണം കുറയ്ക്കണം. ഒരു പിടിയൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞ നീക്കം ചെയ്തിട്ട് വെള്ളം മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് നമുക്ക് ഒരു നേരം ഗ്രീൻ ടീ ഒക്കെ ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ.
വ്യായാമമാണെന്നുണ്ടെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് ഷുഗർ കൂടിയ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ അവയവങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവാനും അതിൻ്റെ പ്രവർത്തനം തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡയറ്റും അതിൻ്റെ കൂടെ തന്നെ മെഡിസിനും ഫോളോ ചെയ്യേണ്ടതാണ്. ഈ ഡയബറ്റീസിൻ്റെ ആദ്യത്തെ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ വളരെ നല്ല രീതിയിലുള്ള ചികിത്സ, പ്രത്യേകിച്ച് തുള്ളിമരുന്നൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ലഭ്യമാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്